LGS എക്സാം നാളത്തെ ഉള്ളവർക്കായിട്ടുള്ളതാണ്. അപ്പോൾ ആദ്യമായിട്ട് കറണ്ട് അഫയേഴ്സ് നോക്കാം. കേന്ദ്ര സാഹിത്യ അക്കാദമി 2024 ബാലസാഹിത്യ പുരസ്കാരം നേടിയത്. 2024 കേന്ദ്ര സാഹിത്യ അക്കാദമി ബാലസാഹിത്യ പുരസ്കാരം നേടിയത് ഉണ്ണി അമയമ്പലം. അപ്പോൾ 2024 കേന്ദ്ര സാഹിത്യ അക്കാദമി ബാലസാഹിത്യ പുരസ്കാരം നേടിയത് ഉണ്ണി അമയമ്പലം. 2024 ICC 2020 ലോകകപ്പ് ഫൈനൽ മത്സരവേദി ഏത് രാജ്യത്തായിരുന്നു? 2024 ICC 2020 ലോകകപ്പ് ഫൈനൽ മത്സരവേദി ഏത് രാജ്യത്തായിരുന്നു? ബാർബഡോസ്. 2024 പി കേശവദേവ് സാഹിത്യ പുരസ്കാരം നേടിയത്. 2024 പി കേശവദേവ് സാഹിത്യ പുരസ്കാരം നേടിയത് അടൂർ ഗോപാലകൃഷ്ണൻ. നായയുടെ ഹൃദ്രോഗത്തിന്റെ ചികിത്സാർത്ഥം ഇന്ത്യയിൽ ആദ്യമായി സുഷിര ശസ്ത്രക്രിയ നടത്തിയത് എവിടെ? അപ്പോൾ നായ്ക്കുള്ള ഹൃദ്രോഗത്തിന് വേണ്ടിയിട്ട് സുഷിര ശസ്ത്രക്രിയ നടത്തി. അതെവിടെ വെച്ചിട്ടാ? ന്യൂഡൽഹി. നായയുടെ ഹൃദ്രോഗത്തിന്റെ ചികിത്സാർത്ഥം ഇന്ത്യയിൽ ആദ്യമായി സുഷിര ശസ്ത്രക്രിയ നടത്തിയത് ന്യൂഡൽഹി. 8 തവണ ലോക്സഭാ അംഗമായി തെരഞ്ഞെടുക്കപ്പെട്ട് റെക്കോർഡിട്ട കേരളത്തിലെ MP ആരാണ്? കൊടിക്കുന്നിൽ സുരേഷ്. അപ്പൊ 8 തവണ ലോക്സഭാ അംഗമായി തെരഞ്ഞെടുക്കപ്പെട്ടു റെക്കോർഡിട്ട കേരളത്തിലെ MP ആണ് കൊടിക്കുന്നിൽ സുരേഷ്. ഏത് രാജ്യത്തിന്റെ ദൗത്യമാണ് ആദ്യമായി ചന്ദ്രന്റെ ദക്ഷിണ ധ്രുവത്തിൽ നിന്ന് സാമ്പിൾ ശേഖരിച്ച് തിരിച്ചെത്തിയത്? ആരായിരുന്നു? ചൈനക്കാരാണ് അല്ലെ? ചൈന. അപ്പോ ആദ്യമായിട്ട് ചന്ദ്രന്റെ ദക്ഷിണ ധ്രുവത്തിൽ നിന്ന് സാമ്പിൾ ശേഖരിച്ച് തിരിച്ചെത്തിയത് ചൈനയാണ്. 2 തവണ കേരളത്തിന് സന്തോഷ് ട്രോഫി നേടിക്കൊടുത്ത കോച്ച്. 2 തവണ കേരളത്തിന് സന്തോഷ് ട്രോഫി നേടിക്കൊടുത്ത കോച്ചാണ് ടി.എ. ജാഫർ. ടി.എ. ജാഫറാണ് 2 തവണ കേരളത്തിന് സന്തോഷ് ട്രോഫി നേടിക്കൊടുത്ത കോച്ച്. വയനാട്ടിലെ മുണ്ടകൈ ചൂരൽമല ഉരുൾപൊട്ടൽ ദുരന്തം സംഭവിച്ചത് എന്ന്? 2024 ജൂലൈ 30 പുലർച്ചെ 12:45-നും 4-നും ഇടയിലാണ് കേട്ടോ. അപ്പൊ 2024 ജൂലൈ 30 പുലർച്ചെ 12:45-നും 4-നും ഇടയിലാണ്. അപ്പൊ വയനാട്ടിലെ മുണ്ടകൈ ചൂരൽമല ഉരുൾപൊട്ടൽ ദുരന്തം സംഭവിച്ചത് എപ്പോഴാണ്? 2024 ജൂലൈ 30 പുലർച്ചെ 12:45-നും 4-നും ഇടയിൽ. ഹമാസിന്റെ രാഷ്ട്രീയ സ്വകാര്യ മേധാവി ഇസ്മായിൽ ഹനിയ കൊല്ലപ്പെട്ടത് എവിടെ വെച്ച്? ഇസ്മായിൽ ഹനിയ കൊല്ലപ്പെട്ടത് ടെഹ്റാൻ എവിടെയാണ്? ഇറാനിലാണ് അല്ലെ? അപ്പോ ഹമാസിന്റെ രാഷ്ട്രീയ സ്വകാര്യ മേധാവി ഇസ്മായിൽ ഹനിയ കൊല്ലപ്പെട്ടത് ടെഹ്റാൻ. ഇനി കുറച്ച് SCERT നോക്കാം. ബംഗ്ലാദേശിൽ ബ്രഹ്മപുത്ര അറിയപ്പെടുന്നത് ജമുന. ടിബറ്റിൽ സാങ്പോ എന്നറിയപ്പെടുന്ന നദി ഏതാ? ടിബറ്റിൽ സാങ്പോ എന്നറിയപ്പെടുന്ന നദി ബ്രഹ്മപുത്ര. ടിബറ്റിലെ സാങ്പോ എന്നറിയപ്പെടുന്നത് ബ്രഹ്മപുത്രയാണ്. എന്നാൽ ബംഗ്ലാദേശില് ബ്രഹ്മപുത്ര അറിയപ്പെടുന്ന പേരാണ് ജമുന. ലോകത്തിലെ ഏറ്റവും വലിയ എക്കൽ സമതലമാണ് സിന്ധു ഗംഗ ബ്രഹ്മപുത്ര സമതലം അല്ലെ? അപ്പൊ ലോകത്തിലെ ഏറ്റവും വലിയ എക്കൽ സമതലമാണ് സിന്ധു ഗംഗ ബ്രഹ്മപുത്ര സമതലം. ഡെക്കാൻ പീഠഭൂമിയിൽ കാണപ്പെടുന്ന ആഗ്നേയശിലയാണ് ബസാൾട്ട്. ട്രോപ്പോപാസിലൂടെയുള്ള അതിശക്തമായ വായുപ്രവാഹം ജെറ്റ് പ്രവാഹം. പശ്ചിമ അസ്വസ്ഥതയെ ഇന്ത്യയിൽ എത്തിക്കുന്നത് ഏതാണ്? ജെറ്റ് പ്രവാഹങ്ങൾ. വ്യാപാരത്തിനായി ഇന്ത്യയിലെത്തിയ അവസാനത്തെ യൂറോപ്യന്മാർ ആരാണ്? ഫ്രഞ്ചുകാർ. വ്യാപാരത്തിനായിട്ട് ഇന്ത്യയിലെത്തിയ അവസാനത്തെ യൂറോപ്യന്മാരാണ് ഫ്രഞ്ചുകാർ. സ്ഥൂല സാമ്പത്തിക ശാസ്ത്രത്തിന്റെ പിതാവ് J.M. കെയ്ൻസ്. ഇനി ആദ്യത്തെ കൃത്രിമ മൂലകം ടെക്നീഷ്യം. മനുഷ്യന്റെ ദഹന പ്രക്രിയയിൽ രാസാഗ്നികൾക്ക് പ്രധാന പങ്കുണ്ട്. മാംസ്യത്തിന്റെ ദഹനത്തെ സഹായിക്കുന്ന ആഗ്നേയരസത്തിലെ രാസാഗ്നി ട്രിപ്സിൻ.
തുല്യ അന്തരീക്ഷ മർദ്ദം അനുഭവപ്പെടുന്ന സ്ഥലങ്ങളെ തമ്മിൽ യോജിപ്പിക്കുന്ന സാങ്കല്പിക രേഖ. തുല്യ അന്തരീക്ഷ മർദ്ദം അനുഭവപ്പെടുന്ന സ്ഥലങ്ങളെ തമ്മിൽ യോജിപ്പിക്കുന്ന സാങ്കല്പിക രേഖ ഏതാണ്? ഐസോബാർ. തുല്യ അന്തരീക്ഷ മർദ്ദം അനുഭവപ്പെടുന്ന സ്ഥലങ്ങളെ തമ്മിൽ യോജിപ്പിക്കുന്ന സാങ്കല്പിക രേഖയാണ് ഐസോബാർ. ഐസോബാർ തുല്യ അന്തരീക്ഷ മർദ്ദം അനുഭവപ്പെടുന്ന സ്ഥലങ്ങളെ തമ്മിൽ യോജിപ്പിക്കുന്ന സാങ്കല്പിക രേഖയാണ് ഐസോബാർ. ഇനി കുറച്ച് മുൻവർഷ ചോദ്യങ്ങൾ നോക്കാം. കൈക്കൂലിക്കാരായ ഉദ്യോഗസ്ഥരെ കുടുക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന രാസവസ്തുവാണ് ഫിനോഫ്തലിൻ. ഫിനോഫ്തലിൻ. ഓക്കെ, അടുത്തത് അത്ഭുത ഔഷധം എന്നറിയപ്പെടുന്നത്. അത്ഭുത ഔഷധം ഏതാണ്? ആസ്പിരിൻ. അത്ഭുത ഔഷധം ആസ്പിരിൻ. ഓയിൽ ഓഫ് വിട്രിയോൾ എന്നറിയപ്പെടുന്നത് ഏതാ? ഓയിൽ ഓഫ് വിട്രിയോൾ. ഓയിൽ ഓഫ് വിട്രിയോൾ പറഞ്ഞ സൾഫ്യൂരിക് ആസിഡ്. സൾഫ്യൂരിക് ആസിഡ്. വിറ്റാമിൻ സി ഏതാ? വിറ്റാമിൻ സി അസ്കോർബിക് ആസിഡ്. വിറ്റാമിൻ സി അസ്കോർബിക് ആസിഡ്. നൈട്രിക് ആസിഡ് നിർമ്മിക്കുന്ന പ്രക്രിയ. നൈട്രിക് ആസിഡ് നിർമ്മിക്കുന്ന പ്രക്രിയ ഓസ്റ്റ്വാൾഡ് പ്രക്രിയ. നൈട്രിക് ആസിഡ് നിർമ്മിക്കുന്ന പ്രക്രിയയാണ് ഓസ്റ്റ്വാൾഡ് പ്രക്രിയ. സ്വർണത്തിന്റെ ശുദ്ധത പരിശോധിക്കാൻ ഉപയോഗിക്കുന്ന ആസിഡ്. സ്വർണത്തിന്റെ ശുദ്ധത പരിശോധിക്കാൻ ഉപയോഗിക്കുന്ന ആസിഡാണ് നൈട്രിക് ആസിഡ്. സ്വർണത്തിന്റെ ശുദ്ധത പരിശോധിക്കാൻ ഉപയോഗിക്കുന്ന ആസിഡ് നൈട്രിക് ആസിഡ്. ഇനി പാലിൽ അടങ്ങിയിരിക്കുന്ന ആസിഡ്. പാലിൽ അടങ്ങിയിരിക്കുന്നത് ഏതാ? ലാക്റ്റിക് ആസിഡ്. പാലിൽ അടങ്ങിയിരിക്കുന്നത് ലാക്റ്റിക് ആസിഡ്. എന്നാൽ രാസവസ്തുക്കളുടെ രാജാവ് ഏതാ? രാസവസ്തുക്കളുടെ രാജാവ് സൾഫ്യൂരിക് ആസിഡ്. രാസവസ്തുക്കളുടെ രാജാവ് സൾഫ്യൂരിക് ആസിഡ്. കാലാവസ്ഥാ ബലൂണുകളിൽ ഉപയോഗിക്കുന്ന ഉത്കൃഷ്ടവാതകം. കാലാവസ്ഥാ ബലൂണുകളിൽ ഉപയോഗിക്കുന്ന ഉത്കൃഷ്ടവാതകം ഏതാണ്? ഏതാണ്? ഹീലിയം. ഹീലിയം. കാലാവസ്ഥാ ബലൂണുകളിൽ ഉപയോഗിക്കുന്ന ഉത്കൃഷ്ടവാതകമാണ് ഹീലിയം. ഇനി പീരിയോഡിക് ടേബിളിലെ 18ാം ഗ്രൂപ്പിലെ മൂലകങ്ങൾ അറിയപ്പെടുന്നത്. പീരിയോഡിക് ടേബിളിലെ 18ാം ഗ്രൂപ്പിലെ മൂലകങ്ങൾ അറിയപ്പെടുന്നത് ഉത്കൃഷ്ടവാതകങ്ങൾ. ഉത്കൃഷ്ടവാതകങ്ങൾ. കണ്ണാടിയുടെ പുറകുവശത്ത് പുരട്ടുന്ന സംയുക്തം. കണ്ണാടിയുടെ പുറകുവശത്ത് പുരട്ടുന്ന സംയുക്തമാണ് ടിൻ അമാൽഗം. ടിൻ അമാൽഗം. കണ്ണാടിയുടെ പുറകുവശത്ത് പുരട്ടുന്ന സംയുക്തമാണ് ടിൻ അമാൽഗം. ഒരു പദാർത്ഥത്തിന്റെ രാസപരമായ ഏറ്റവും ചെറിയ കണിക ഏതാണ്? ആറ്റം. ഒരു പദാർത്ഥത്തിന്റെ രാസപരമായ ഏറ്റവും ചെറിയ കണികയാണ് ആറ്റം. രസതന്ത്രത്തിന്റെ പിതാവ്. രസതന്ത്രത്തിന്റെ പിതാവ് റോബർട്ട് ബോയിൽ. പ്രോട്ടോൺ കണ്ടെത്തിയത് ആരാ? ഏണസ്റ്റ് റൂദർഫോർഡ്. പ്രോട്ടോൺ കണ്ടെത്തിയത് ഏണസ്റ്റ് റൂദർഫോർഡ്. ആറ്റത്തിന് ചാർജ് ലഭിക്കുന്നത് ഏതവസ്ഥയിലാണ്? ആറ്റത്തിന് ചാർജ് ലഭിക്കുന്നത് പ്ലാസ്മ അവസ്ഥയിൽ. ആധുനിക ആറ്റോമിക ചിന്തയുടെ പിതാവ്. ആധുനിക ആറ്റോമിക ചിന്തയുടെ പിതാവ് ഡെമോക്രാറ്റസ്. ഡെമോക്രാറ്റസ്. ഇനി രസതന്ത്രത്തിന്റെ പിതാവ്.